ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്താ തിരിഞ്ഞിരുന്ന് കാണിക്കുന്നത്? ഇങ്ങോട്ട് വാടി പൊന്നാണിയേ. ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ, വാ. ഞാനെന്താ ഇവിടെ ഇരിക്കുന്നതെന്നാ? കൊത്തുകാരി ഇറങ്ങി. അമ്മ ഇവളെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടിരിക്കുക. തലയും കുത്തി എങ്ങോട്ടാ? അമ്മത്തെ പൊന്നാണിയാണോ? അമ്മയുടെ പൊന്നാണിയാണോ? ബാ ഇങ്ങ് ബാ, ഇവിടെ വാ. എന്തോ ഇത് മുറുക്കോ? എന്നാ വേണ്ട, ഇവിടെ വെച്ച് എൻ്റെ മടിയിൽ വന്നെടുത്ത് തിന്നു. എനിക്ക് വാ, 3 പേരോടെ കാത്തിരിക്കുന്നേ. എന്നിട്ട് വായോ. 40 മിനിറ്റ് പിന്നെ മോട്ടർ അടിച്ചിട്ടുണ്ടല്ലോ, 40 ആവുന്നതിന് മുമ്പ് ഇത് ഓഫ് ചെയ്യും. ഓഫ് ചെയ്യുമ്പോണ്ടല്ലോ ഇതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. തന്നെ ഓട്ടോമാറ്റിക്കാണ്. ഇപ്പം ഞാൻ ഓർഡർ ഇട്ടോ തന്നെ. അശോകനിങ്ങി വാ, മടിയോ അമ്മയുടെ മടിയോ? അശോക, അമ്മ അവിടെ കൊടുക്കല്, ഞാൻ അവളെ മടിയിലിരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുക. ഇവിടെ വാ. പോരട്ടെ. എൻ്റെ കയ്യെ കയറി വാ, കയ്യെ കയറി വാ. മോതിരം ഊരിക്കൊണ്ട് പോവല്ലേ. എന്നെ കണ്ടാ കുട്ടുവാനെ പോലെയാ. ഉമ്മച്ച കുട്ടക്കേടാണോ ഈ ചെറുക്കൻ? കടി കടി തന്നെ കടി. എന്താ ആര്? പാത്തു മീൻ മാത്രം പേർക്കല്ലേ, കൈ വെച്ച് മാന്തുവാ. ചോറുണ്ടേ? ഇപ്പം രാത്രിയാകുമ്പോൾ ജാനുവിനെയും കോക്കോയും എല്ലാം ഈ കൂട്ടിലായിടുന്നത്. അതുകൊണ്ട് ആ തുണി വെച്ചേക്കുന്നത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്. ആ ചാക്കെല്ലാം ഇട്ടങ്ങ് മൂടും. തണുപ്പ്, ഭയങ്കര തണുപ്പാട്ടോ. അതുകൊണ്ട് ജാനുവിനെയും കോക്കോയൊക്കെ ഇപ്പം ഞാനന്ന് 10-15 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, ആ സമയം കൊണ്ട് അമ്മ അവരെ പുറത്ത് കൂട്ടിലാക്കി, കള്ളിയമ്മ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് ഗ്രൂം ചെയ്യണം. ഗ്രൂം ചെയ്തിട്ട് എൻ്റെ കൂടെ കിടത്താമെന്ന്. പകലൊക്കെ ഇങ്ങനെയാണ്, രാത്രി മൂത്രം ഒഴിപ്പിച്ചിട്ട് ആ കൂട്ടി കയറ്റും. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഇവരൊക്കെ ഉണ്ട്. പിന്നെ അച്ചാച്ചി മണിയണ്ണനും കൂടെ രാവിലെ കാറും കൊണ്ട് ഇറങ്ങിയതാണ്. അവർ കല്യാണം വിളിക്കാൻ വേണ്ടി എല്ലായിടത്തും പോയി. പ്രത്യേകിച്ച് നിശ്ചയം വിളിക്കാൻ. കാരണം കല്യാണം എന്ന് പറയുമ്പോൾ ഒരു 3 ദിവസത്തെ പരിപാടിയല്ലേ. ഒരു ദിവസം പോകാനും ഒരു ദിവസം കല്യാണം, തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസമാകും. അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. കല്യാണം വർക്കിംഗ് ഡേ കൂടെ, തിങ്കളാഴ്ചയും കൂടെ. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞില്ല, ഞാൻ വിളിച്ചില്ല കല്യാണം. ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം, നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവൻ്റെ പ്രശ്നം എന്താ ഇവൻ്റെ ഉമ്മച്ചോ? ഞാൻ കല്യാണം പറയാം. തിങ്കളാഴ്ചയാണ് വരുന്നത്, ഒരു തിങ്കളാഴ്ച. അന്നേരം എല്ലാവർക്കും ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ പേരും നിശ്ചയത്തിനായിരിക്കും വരുന്നത് ഇവിടെയുള്ളവർ. ശരിക്കും പറഞ്ഞാൽ കല്യാണം ഇവിടെ വെച്ചായിരുന്നെങ്കിൽ 500 പേരോളം അവിടെ നിന്ന് കൊണ്ടുവരേണ്ടി വരും. അല്ലേ പിന്നെ റിസപ്ഷൻ അവിടെ വെക്കണം. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ കണ്ണൂർ കല്യാണം വെച്ചിട്ട് റിസപ്ഷൻ വയനാട് വെച്ചെന്ന് പറഞ്ഞാലും പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിനുള്ള അത്ര ആൾക്കാർ തന്നെ റിസപ്ഷനും ഉണ്ടാവും. അന്നേരം നമുക്ക് ഒരു കല്യാണത്തിൻ്റെ അത്രയും തന്നെ ചിലവുണ്ടാവും റിസപ്ഷനും വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട്, കാരണം ഒരു 90% ആൾക്കാരെ നമുക്ക് കല്യാണത്തിനും വിളിച്ചവരെ തന്നെ ആയിരിക്കും നമ്മൾ റിസപ്ഷനും വിളിക്കുന്നുണ്ടാവുന്നത്. പിന്നെ അറിയാവുന്ന സബ്സ്ക്രൈബേഴ്സും കുറച്ച് പേര് നമുക്കറിയാണ്ട് കുറേ പേരൊക്കെ വരുന്നത് എനിക്കറിയാം, അല്ലാത്ത ആൾക്കാരും ഉണ്ടാവുമേ. അന്നേരം പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒറ്റ ഫംഗ്ഷനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ ആൾക്കാരെക്കാട്ടി കൂടുതൽ അവിടെയാണ് ഉള്ളത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. കുഞ്ഞാവയൊക്കെ പോയി. അപ്പോൾ പിന്നെ ആകെ ഒരു മൂഡ് ഓഫ്. കുഞ്ഞാ ഉണ്ടായിരുന്ന രസം ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നേനെ. അപ്പോൾ ഇനി ഇവിടെ ഉള്ളൊരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പ പറിക്കാനായിട്ടുണ്ടേ. നിങ്ങളുടെ പൂളക്കിഴങ്ങോ, മരച്ചീനി നല്ലോണം മാഞ്ഞ പാടായിരുന്നു. ഞാൻ രക്തേന്ദ്രൻ ഒരു ദിവസം തേച്ചപ്പോൾ ഈ പാടൊന്നുകൂടെ ഡാർക്കായി. രക്തേന്ദ്രൻ തേക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൂടെ ഡാർക്കായിട്ടേ മായുള്ളൂ. ഭയങ്കര കട്ടിയുള്ള ഒരു കമ്പ്, ഒരച്ചൊരച്ചൊരച്ചൻ്റെ ആയുസിൻ്റെ പകുതി തീരും. അന്നേരം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കപ്പ വിടാനായിട്ടുണ്ടേ.
അന്നേരം ഇനി കപ്പ പിഴുതിട്ട് വാട്ടണം. അതിന് ചേച്ചിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പണിക്ക് പോകുന്ന ചേച്ചിമാരെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കൂട്ടിയാൽ കൂടില്ല. വെയിൽ നോക്കിയിട്ട് നാളെയോ മറ്റന്നാളോ വല്ലതും കപ്പ പിഴുത് വാട്ടി, രസമുള്ള പരിപാടിയാട്ടെ കപ്പ പിഴുന്നതും വാട്ടുന്നതും ഉണക്കുന്നതും ഒക്കെ. അമ്മും കുഞ്ഞാങ്കൂടെ ഉണ്ടായിരുന്നു, ഒന്നും കൂടി രസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്താലേ കുരങ്ങ് വന്ന് കപ്പ കളഞ്ഞുകൊണ്ടിരിക്കുക. നല്ലോണം വിളഞ്ഞു. പച്ചയ്ക്ക് കൊടുത്താൽ കപ്പയ്ക്ക് ഇപ്പോൾ കിലോ 30 രൂപ കിട്ടും. നേരെ മറിച്ച് നമ്മൾ വാട്ടി വെച്ചേക്കുവാണെങ്കിൽ ഈ ഓഫ് സീസൺ വരുമല്ലോ, കപ്പ അധികം ഇല്ലാത്തൊരു സമയം വരും. ആ സമയത്ത് ഈ ഉണക്കക്കപ്പ നല്ല പൈസയ്ക്ക് വിറ്റ് പോകും. എനിക്കങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അത്യാവശ്യം തീരെ വിലയില്ലാത്തപ്പോൾ പച്ചക്കുരുമുളക് വാങ്ങിച്ച് വെച്ചിട്ട് ഉണക്കും. എന്നിട്ട് 100 രൂപ അടുപ്പിച്ച് വില, 100 താഴെയൊക്കെ വില വരുന്ന സമയമുണ്ട്. ആ സമയത്ത് വാങ്ങിച്ച് ഉണങ്ങും. എന്നിട്ട് നമ്മൾ നല്ല 800-900 രൂപയ്ക്കൊക്കെ നമുക്ക് 1 കിലോ കൊടുക്കാൻ പറ്റും ഉണങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോഴാണ് ഒരു വർഷമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ പരിപാടിയിലൊന്നും ഞാൻ ഇറങ്ങില്ല. ഇനി ഞാനതൊക്കെ തന്നെ ചെയ്യും. വാങ്ങി ചില സമയം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരോടുകൂടെ സഹായം തേടും. പക്ഷേ നമ്മുടെ പണിക്കൂലിയും മുടക്കൂലിയും എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലാഭപരിപാടി ഇതെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. കുറച്ച് ഒത്തിരിയൊന്നും എടുക്കില്ല. കാരണം കടയിൽ കൊണ്ട് ഒരു കർഷകൻ്റെ എത്ര നാളത്തെ അധ്വാനമാണ് ഈ ഒരു പണി. മാറടാ കുരുത്തം കെട്ടനെ എന്തോ ചെയ്യണ്ടേ മോനെ. ഗ്രൂമിങ്ങിന് പോയാൽ നിന്നെ ഞാൻ വെട്ടി ഒതുക്കിക്കൊണ്ടേ വരത്തുള്ളടാ കള്ള ചെറുക്ക കുരുത്തം കെട്ടവനെ. കട്ടിക്കണം എന്നൊരു വിചാരം ഉള്ളു. നോക്ക് പോടാ. സെൽഫി സ്റ്റിക്ക് വന്നുകൊണ്ട് കടിച്ചു വലിക്കുന്നു. ഇപ്പം പെരുപ്പായി ചെറുക്കനെ. അപ്പോൾ കർഷകരുടെ എത്ര കാലത്തെ, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ കർഷകന് അവരുടെ ഒരു ചേട്ടൻ്റെ ഭാര്യ, കുടുംബം എല്ലാവരും ചേർന്നിട്ടാണ് ഈ കുരുമുളക് പരിപാലിച്ചത് കായായിട്ട് എടുത്തു കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല വിലക്കുറവായിരിക്കും. അപ്പോൾ മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടി നല്ല വില കൊടുത്തേ ഞാൻ എടുക്കുകയുള്ളൂ. എനിക്കറിയാം മാർക്കറ്റിൽ നിന്ന് വില കുറച്ച് കിട്ടുമെന്ന്. പക്ഷേ അവരുടെ അധ്വാനത്തിനൊരു വില വേണമല്ലോ. ഒരുപാടൊന്നും എടുക്കില്ല. നമുക്കങ്ങനെ ചെയ്യാനുള്ള അതൊന്നും ഇല്ലല്ലോ. കുറച്ച് വില എടുത്തിട്ട് നമ്മളങ്ങനെ കൊടുക്കാറുണ്ട്. ഇനി അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് ആ ഒരു ബിസിനസ്സായിട്ട് തന്നെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. നമുക്ക് സ്റ്റോറേജിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് ഈ വർഷം നമുക്ക് കൃഷിയെല്ലാം പോയിട്ടാ. ഓരോരുത്തർ കൃഷി കാണുമ്പോൾ ഒരു വിഷമം. പിന്നെ അതായത് ഈ അടുത്ത് ഒരു അസമയത്ത് ഭയങ്കര മഴയും കാറ്റും വന്ന ഓർമ്മയുണ്ടോ? ഭയങ്കര മഴയും കാറ്റുമായിട്ട് നമ്മുടെ നട്ട വിത്ത്, മുളച്ച് വന്ന തൈകൾ എല്ലാം കൂടെ ഒഴുകി ഈ റോഡ് വഴി പോയി തോട്ടിച്ചാടി പോയിട്ടുണ്ട്. മഴയത്ത് മൊത്തം നശിച്ചു പോയി. മല്ലിയില അത് ഇതും എല്ലാം കൂടെ വെച്ചതെല്ലാം പോയി. പിന്നെ ഞാനും അച്ചാച്ചനും വന്നിട്ട് ഇനി ഈ തിരക്കും കല്യാണക്കാരിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കൃഷിയുടെ കാര്യത്തിലേക്കൊക്കെ കിടക്കാം. ഇനിയിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട. കാരണം ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട സമയമാണ്. തിരക്കും കാര്യമാണെങ്കിൽ നടക്കില്ല. പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞാവെ എല്ലാവരും കൂടെ ചേർന്നിട്ട് കൃഷി ചെയ്യാം. അന്നേരം മതി. അതുകൊണ്ട് പറമ്പ് ഇപ്പോൾ കാലിയായിട്ട് കിടക്കുക. കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട്, അത്യാവശ്യ പച്ചക്കറികളൊക്കെ ചകലിച്ചുണ്ട്. എന്നാലും അതല്ലല്ലോ, നമുക്ക് നിറയെ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കത് നിറയെ ചെയ്യണം. അപ്പോൾ പിന്നൊരു പ്രധാന വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പരമാവധി വീഡിയോ ഇടുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പോൾ ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അതാ. കാരണം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു തോന്നലുണ്ട്, ഞാനും നിങ്ങളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ലൊരു കുറേ പേരുള്ള പോലെ, കൂടെ കുറച്ച് ആൾക്കാരുള്ള പോലെ ഒരു തോന്നൽ. അപ്പോൾ എനിക്ക് വീഡിയോ മിസ്സാക്കാൻ തോന്നുന്നില്ല. കുട്ടുവാവ് മരിച്ച സമയം മാത്രമേ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ അടുത്ത് കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് സന്തോഷമാണത്. എനിക്കും ഒരുപാട് ആൾക്കാരുള്ളൊരു തോന്നൽ. അപ്പോൾ പരമാവധി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെന്നെ അഭിനന്ദിക്കണം അതിന്. ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടുന്നില്ലേ? അപ്പോൾ ചിലർ പറയും വീഡിയോ ഇട്ടാൽ നിനക്ക് പൈസ കിട്ടും. അതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ അങ്ങനെ തന്നെയല്ലേ. പക്ഷേ ഇപ്പം ഞാൻ മടി പിടിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിശ്ചയത്തിൻ്റെ അതിൻ്റെ മുന്നത്തെ പിന്നത്തെ ഒക്കെ പരമാവധി ബോറാക്കാണ്ടൊക്കെ എടുക്കാം. അങ്ങനെ ഇന്നലെ ഒരു പക്ഷേ അണ്ണാണിക്ക് തോന്നിക്കാണും, എൻ്റെ മനസ്സൊന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അണ്ണാൻ്റെ കൂട്ടുകാരനെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ വഴി പറഞ്ഞു അണ്ണാണി പോയി വിളിക്കാനിരുന്നു. പക്ഷേ അണ്ണാണി ഇന്നലെ വൈകിട്ട് കൂട്ടിക്കൊണ്ട് പോയി. വാന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ട് ചെന്നിറങ്ങിയപ്പം ഞാനൊരാളെ കണ്ടു. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമല്ലോ, നമ്മുടെ കുട്ടുവാവയുടെ ഡ്യൂപ്പ്. അസല് കുട്ടുവാവ തന്നെ. അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം. അതിലേറെ ഒരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ കോന്നിയിൽ നിന്ന് ഒരു ചേച്ചിയും ചേച്ചിയുടെ മകനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവരുടെ കയ്യിൽ ഇതുപോലെ ലാബിൻ്റെ പപ്പീസ് ഉണ്ട്, കുട്ടികളുണ്ട്. ടീച്ചർ എടുത്തോ എന്ന് പറഞ്ഞു. വേണേ 3 എടുത്തോ, ഇല്ലെങ്കിൽ വേണ്ടതെടുത്തോ എന്ന് പറഞ്ഞു. കുട്ടുവാവയുടെ ടൈപ്പല്ല, കണ്ടിട്ട് ലൂക്കെ പോലെയുണ്ട്. അപ്പോൾ വെറുതെ പൈസക്കല്ല, അല്ലാണ്ട് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം കൂട്ടിക്കൊണ്ട് വരണോ വേണ്ടയോ എന്നുള്ള ഇതിലാണ്. വന്നാൽ മനസ്സ് കുറച്ചും കൂടെ ബിസി ആയിട്ടിരിക്കും. ഞാനിങ്ങനെ അജയോട് ആ കാര്യം ഞാനും അമ്മയും കൂടെ പറയായിരുന്നു. അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കുട്ടുവാ പോയത് വല്ലാണ്ട് പുള്ളിക്കും ഫീൽ ചെയ്തു. കാരണം ഒത്തിരി അവർ തമ്മിൽ ആറ്റി കുളിക്കാൻ കൊണ്ടുപോകലും ചാട്ടം മറിച്ചിലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നേ.
ഞാനില്ലാത്തപ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു അവന് കുട്ടുവാവയ്ക്ക്. അപ്പോൾ ഇത് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നിങ്ങളേതായാലും ഇതൊരു കുഞ്ഞു വീഡിയോയാണ്, പ്രത്യേകിച്ച് ഇതിലങ്ങനെ കാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും അറിയാം. കുട്ടുവാവെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് കുറച്ച് ഭാഗം നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ ഇന്ന് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. കിടുവാണെങ്കിൽ കണ്ണ് തുറന്ന് ഉറങ്ങി എണീറ്റ് അങ്കൻവാടി പോയിട്ട് വന്ന് കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് വന്ന് ആദ്യം ചോദിക്കും ഇന്ന് ഏത് അമ്പലത്തിലാണ് ഉത്സവം എന്നാണ്. അപ്പോൾ ഇന്ന് അവനെ ഉത്സവത്തിന് കൊണ്ടുപോകണം. പെരുന്നാൾ അമ്പലത്തിൽ തിരുവാഭരണം ചാർത്താം. അപ്പോൾ അമ്പലത്തിൽ പോയി ഉത്സവമൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു വരും. അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, മൊത്തം പാട്ടൊക്കെ അല്ലേ, കോപ്പിറൈറ്റ് അല്ലേ. നമ്മളപ്പോൾ കാട്ടിക്കൂടെ പോയിട്ടിങ്ങ് വരും. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി, ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങി വരും. പിന്നെ എന്നെ ഒരുക്കുന്ന കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ അതിനോട് ചോദിച്ചു വല്ല അറ്റകുറ്റപ്പണി വല്ലതും നടത്തണമെന്ന് കല്യാണത്തിന് മുന്നേ. ഒന്നാമത്തെ കാര്യം എനിക്ക് ഫേഷ്യൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. സാധാരണ കല്യാണത്തിന് മുന്നേ എല്ലാവരും ഒക്കെ ചെയ്യുന്നില്ല നിശ്ചയത്തിൻ്റെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഉണങ്ങിയിട്ടില്ല, വേദന നല്ലോണം ഉണ്ട്, അകത്ത് ചതവാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിക്കും നിൽക്കുന്നില്ല, നാച്ചുറൽ പരിപാടി മാത്രം. പിന്നെ അവൾ പിന്നെ എന്തെങ്കിലും കൺസീലറൊക്കെ ഇട്ടാൽ കൊച്ച് മായ്ച്ച് തരുമായിരിക്കും. ഞാനല്ല, ഓർണമെൻറ്റ്സിൻ്റെ കാര്യം അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ തന്നെ എവിടെന്നെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എത്രയാണെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഡ്രസ്സ് ഇതാ നീ തന്നെ സെലക്ട് ചെയ്തോ. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയുമായിട്ട് ഉള്ള ആ ഒരു സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സംഭവമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇതായിട്ടില്ല. മനസ്സിലിടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ തന്നെ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഇത് പറ്റിയത് എന്താണെന്നറിയാമോ, നമ്മൾ വീട്ടിലുള്ള 4-5 പേരും കുഞ്ഞാവയുടെ അവിടെ നിന്ന് വരുന്ന 20 പേര്, അവർ വീട് കാണാൻ വരുന്ന നമ്മളെ കാണാൻ വരുന്നു, വീടും സ്ഥലവും കാണാൻ വരുന്ന ആൾക്കാർ ഈ നാട് കണ്ടിട്ടില്ലല്ലോ, വരുന്നു, മോതിരം ഇടുന്നു, ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കല്യാണ തീയതി അനൗൺസ് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് അച്ചാച്ചി പ്ലാൻ മാറ്റിയിട്ട് അച്ചാച്ചിക്ക് ഒത്തിരി പേര് വിളിക്കേണ്ടവരെ എല്ലാം കൂടെ എന്നാൽ നിശ്ചയത്തിന് തന്നെ വിളിച്ചേക്കാമെന്ന് വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 2-3-4 പേരെല്ലാം ഉള്ളതെന്ന് ഓർത്തിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സ്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സാധനം എടുത്തേ. ആൾ കൂടിയെന്നും പറഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറ്റാനൊന്നും പോയില്ല, വെറുതെ അനാവശ്യ ചിലവുകൾ വേണ്ടല്ലോ എന്ന് ഓർത്തു. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും പറയണം കൊള്ളാമെന്ന് കേട്ടോ നിശ്ചയത്തിന്. ഇല്ല എനിക്ക് വിഷമാവും, മാറ്റാൻ പറ്റില്ലല്ലോ പിന്നെ. അതുകൊണ്ട് കൊള്ളാമെങ്കിൽ ഇല്ലെങ്കിൽ ഈ അടിപൊളിയെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇടയ്ക്കൊക്കെ ഒരു കള്ളത്തരം പറയുന്നതിനൊരു കുഴപ്പമില്ല. ഇവൻ്റെ കുരുത്തക്കിടന്നുകൊണ്ട് കടിക്കാൻ ചെന്ന് അവൻ മനലം കിടക്കും. ഉമ്മച്ച അങ്ങോട്ട് വന്നേടാ, ഉമ്മച്ചോ. പാവം അറിയുന്നുണ്ടോ അവൻ്റെ പേര് ഇത്ര ഫേമസ് ആയ ഉമ്മച്ചൻ ജഗതിയാണ്. ഉമ്മച്ചന്നെ ഉമ്മച്ചാ. നിന്നെ ഞാൻ ആർക്കെങ്കിലും ഗീവവേ കൊടുക്കും, ആർക്കെങ്കിലും ഞാൻ നിന്നെ ഗീവവേ ഞാൻ കൊടുക്കും നീ ഇങ്ങനെ കടിക്കുവാണെങ്കിൽ. അപ്പം നാളെ എങ്ങാനും ഞാൻ പോയിട്ട് അവനെ എടുത്തിട്ട് വരുവാണെങ്കിൽ, ലാബിനെ എടുത്തിട്ട് കുട്ടനെ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയി വാക്സിനും എടുത്ത് ഇവളുമാരെ കൊണ്ടുപോയിട്ട് ഷോർട്ട് ഹെയർ ആക്കും. കല്യാണ സമയം നിശ്ചയമാകുമ്പോഴത്തേക്ക് കുഞ്ഞു മുടിയാക്കും. കാരണം ഇവർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം, പകൽ സമയത്ത് ഈ വെയിലും കാര്യവും. അതുള്ള പ്രോപ്പറായിട്ട് നമ്മൾ ചീകി കൊടുക്കണം. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ അതിനുള്ള സമയവും കാര്യമൊന്നും കിട്ടുന്നില്ല. സമയം ഞാൻ കണ്ടെത്തി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്കപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവരെ ഷോർട്ട് ഹെയറിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിവെച്ച മുടിയേക്കാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവർ കുഞ്ഞു മുടിയാകുമ്പോൾ ഇവരൊന്നും കൂടെ ചെറുതായ പോലെ ഇരിക്കും. അങ്ങനെ അവരെ ഷോർട്ട് ഹെയർ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. നല്ല ഭംഗിയാക്കി ഞങ്ങൾ തിരിച്ച് വരും. ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ചുഞ്ചരിയായിട്ട് അച്ചാച്ചനെ കൊടുത്തുവിടാം. ഞാൻ പോകണോ? ഞാൻ വേണേൽ പോകും. എന്നെ കണ്ടാലുള്ള പ്രശ്നം അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാലം വലിയ വലിയ പട്ടികൾ വന്നിട്ട് പോലും ജാനുവിൻ്റെ അത്രയും ബുദ്ധിമുട്ട് വേറെ ഒരു പട്ടിക്കും ഇല്ലെന്ന് ഈ ഗ്രൂമിങ് ചെയ്യാൻ. ഇവൾ സമ്മതിക്കില്ല, അവിടെ മുഖത്തോട്ടാ അപ്പം കടിക്കും, ഇവൾ കടിക്കും, മുഖത്ത് തൊട്ടാലും ഇഷ്ടമല്ലാണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവളിരിക്കുമെന്ന് വെച്ചാൽ കട്ടിലല്ലേ, ഇവളെ ആരെങ്കിലും എടുത്ത് മാറ്റാൻ ചെന്നാൽ കടിക്കും. കുഞ്ഞാക്കൊക്കെ എത്ര കടി കിട്ടിയിട്ടുണ്ട്. അണ്ണാണി തൊടൂല, അമ്മയ്ക്ക് അമ്മൂന് എല്ലാവരും കടിക്കും. ഇവൾ 2 വരട്ടെ മിണ്ടാണ്ടിരിക്കും, ഇവൾ മുറുമുറുത്തോണ്ട് കടിക്കും. അപ്പോൾ പേടി എൻ്റെ അടുത്ത് നിന്ന് ഇവളെ മാറ്റിക്കളയുമെന്ന്. അതുണ്ടോ ഞാൻ എവിടെ ഇരുന്നാലും അവിടെ ഉണ്ടാവും. അമ്മയുടെ ജാനുവേ, അമ്മയുടെ ജാനു എവിടെയാ? ദേഷ്യം വരുന്നതാണോ? ഉമ്മ കൊടുത്തു. എനിക്ക് ഒരു കോള് വന്നതാണ്. ഒരങ്കിള് വിളിച്ച കുന്നൂറെന്ന് പറഞ്ഞ സ്ഥലത്ത്, ഊട്ടിക്കടുത്ത്. എല്ലാ വീഡിയോയും കാണുന്ന ഒരു അങ്കിളാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഇന്നലെ കൂടെ ഞാനും അണ്ണാണിയും കൂടെ സംസാരിച്ചതേ ഉള്ളൂ. ഞാനും അണ്ണാണിയും കൂടെ കൊടൈക്കനാൽ പോയില്ലേ കുഞ്ഞും കൂടെ. അപ്പോൾ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അമ്മവും കുഞ്ഞാവയും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന 2 ബൈക്കിലായിട്ട്, ഒന്നിൽ കാറിൽ അല്ല 2 ബൈക്കിലായിട്ട് ഞങ്ങൾ ഒന്നും കൂടെ കൊടൈക്കനാൽ അന്ന് പോയ അതേ സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്തൊക്കെ പോകണം. അന്നേരം ഒന്ന് കുന്നൂർ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതാ കുന്നൂർ നാൾ വിളിച്ച്. അപ്പോൾ അങ്ങനെ ഒന്ന് പോകണം. എനിക്ക് ഭയങ്കര ഇന്നലെ കുഞ്ഞാവടുത്ത് പറഞ്ഞു, നീണ്ടൊരു പ്ലാനുണ്ട്. എന്താണ് നിൻ്റെ, അതായത് കുഞ്ഞാവയ്ക്ക് കൂടെ നോക്കണമല്ലോ, വണ്ടി ഓടിക്കുന്ന ആളുടെ ആരോഗ്യം നമ്മൾ നോക്കണമല്ലോ. പോവാന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞാലും പറയാം പോവാന്ന് പറയുന്നുണ്ട്. ഇനി അന്നേരം അറിഞ്ഞൂടാ, ഈ തണുപ്പ് പ്രശ്നമാണ്. വയനാട്ടിൽ ജനിച്ചിട്ട് അവന് തണുപ്പ് പ്രശ്നം. അതിൻ്റെ പിന്നെ വലിയൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം സൗകര്യം പോലെ. ഇപ്പോൾ പറഞ്ഞാൽ അവനെ ഓടിച്ചിട്ടടിക്കും. അമ്മും കൂടെ ഉള്ളപ്പോൾ പറഞ്ഞുതരാം. അവൻ കണ്ണൂരമ്മും കൂടെ ഉള്ള ഭയങ്കര ഇമ്മ്യൂണിറ്റി ഉള്ളൊരു ചെറുക്കനായിരുന്നു. പക്ഷേ അവൻ്റെ ചില പ്രവൃത്തികൾ കാരണം
ചില ചെറിയ കോഴിത്തരം കാരണം പറ്റിപ്പോയതാണ്. അത് ഞാൻ അമ്മ ഉള്ളപ്പോൾ പറഞ്ഞുതരാം, അല്ലേ കുഞ്ഞാവ ഇരിക്കുമ്പോൾ പറഞ്ഞുതരാം. ഒത്തിരി രസമുള്ള പരിപാടിയാണ് കേൾക്കാൻ. അതല്ലേ അമ്മ പറയണം, അമ്മ പറഞ്ഞെങ്കിലേ കുറച്ചുകൂടെ ഒക്കെ കേൾക്കാൻ രസമുള്ളൂ കണ്ണൂരമ്മ. അവൾ വ്യാഴാഴ്ച വരും, മറ്റേ അമ്മ ശനിയാഴ്ച വരും, മണിയമ്മയും കൂടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ച പ്രശ്നങ്ങളൊന്നും ഇതുവരെ തലപൊക്കി വന്നിട്ടില്ല. ഏത് സമയം വരുമായിരിക്കും, പ്രതീക്ഷിച്ചിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. വന്നാലും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയാണ്. നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചോ അല്ലെ മറ്റൊരാളെ ചതിച്ചോ ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. അത് നല്ലതിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും എനിക്കുണ്ട്. ഈ 2 എണ്ണത്തിൻ്റെ പ്രശ്നം ഉമ്മച്ച കാണിക്കുന്നു നോക്കിയേ. എടാ നിൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററാ അത്, കൊച്ചിനെ കടിക്കുന്നു നോക്കിയേ. എടാ ഉമ്മച്ച, ഉമ്മ ഉമ്മോ ഉമ്മച്ച. കോക്കോ രക്ഷപ്പെട്ടിട്ട് കോക്കോ ഇന്ന് എടുത്തിട്ട് കളിക്കുന്നു നോക്കിയോ. ജാനുവിൻ്റെ അടുത്ത് കളിക്കാൻ പോകില്ല, ജാനു എടുത്തിട്ട് കൊടുക്കും. ജാനുവിന് ദേഷ്യം വരും ഈ പിള്ളേരുടെ ഈ കളിയൊക്കെ കണ്ടിട്ട്. അവളെ എനിക്ക് കാവല. എടാ ഉമ്മച്ച ഇന്നാ കോക്കോയേ, അമ്മയുടെ കോക്കോ, അമ്മയുടെ കൊക്കുമ്മി, എന്നെ കോക്കോ. കോക്കോയെ ഞാൻ വിളിച്ച് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ പോയി ചീത്ത പറയുന്നുണ്ടോ ഉമ്മച്ചനെ? കണ്ട ചീത്ത വിളിച്ചിട്ടൊന്ന് മാറിപ്പോയി കിടക്കും. ഇവൻ മാറി. ജാനു ഭയങ്കര ദേഷ്യം ഇതൊക്കെ. ജാനു പോയി വഴക്കുറ. ഇപ്പോൾ അവിടെ പോയി കിടക്കുവേ, ആ വിഷമം മാറ്റാൻ കിടക്കുക. എനിക്കാണെങ്കിൽ കുറച്ച് നേരം അവിടെ കിടക്കുക, ഒന്നും കിട്ടില്ല. ഇത് അതല്ല, നീ തുണി വലിച്ച് കീറുക, പുല്ല് വലിച്ച് പറിക്കുക. ഉമ്മച്ച ഇങ്ങോട്ട് വാടാ, എടാ വാടാ ഉമ്മച്ച. എടാ തോണ്ടടാ. അജയ് മാമനും പോത്തും കൂടെ വരുന്നടാ. എന്നെ മറന്നും തോന്നുന്നു, അപ്പോൾ അവർക്കൊക്കെ അജയെ മതി. ഞാൻ ഉമ്മച്ച വേണ്ടടാ, പോത്തടാ ഉമ്മച്ച, വാടാ ഓടി വാടാ. കണ്ടോ ഞാൻ ഉമ്മച്ചനെ വിളിച്ചതിന് ജാനൊരു ദേഷ്യം കണ്ടോ? കുശുമ്പി ജാനുവാ. അയ്യോ അവന് ഭയങ്കര കാര്യമാണ്, അജയ്ക്ക് ഭയങ്കര കാര്യമാണ്. അജയ് തീറ്റ കൊടുക്കാൻ പോകില്ല കോഴിക്ക്, ഉമ്മച്ചൻ കഷ്ടത്തിലിരിക്കും. സിലിഗുഡിയാണ് ഇവരുടെ സ്ഥലം. അന്നേരം ഈവൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആൾ. നേരത്തെയൊക്കെ അങ്ങനെ ഒരു 10 മണിയാന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പണി ബാക്കി കിടക്കുകയും, ഇതുണ്ട് ബാക്കി കിടക്കും പണി, തീരാണ്ട് വാലേ പണി നടക്കും. ഇത് ഇവൻ 5 മണിയാകുമ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു 8 മണി, രാവിലെ 8 മണിക്ക് മുന്നേ എല്ലാ പണിയും തീരും. അപ്പോൾ ഒത്തിരി പശുവിനെ കൊണ്ട് കെട്ടും, പോത്തിനെ കൊണ്ട് കൊട്ടും, പട്ടിയൊക്കെ അഴിക്കേണ്ടതായിരിക്കും, കോഴിക്ക് തീറ്റ കൊടുക്കും. ആ ഒരു 3 മണിക്കൂറിൽ പണി കഴിയും. അപ്പോൾ അച്ചാച്ചി പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പണി നീ നിൻ്റെ സൗകര്യത്തിന് ചെയ്താൽ മതി, നീ റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റ് എടുത്തോ, അല്ലാണ്ട് പണി തീർന്നു ചുമ്മാ ഇരിക്കുവാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പണി കൊടുക്കലില്ല. അങ്ങനെ ഒരു പരിപാടി എവിടെ ഇല്ല. നീ പകൽ മൊത്തം വെയിൽ സമയത്ത് റെസ്റ്റ് എടുത്തിട്ട് നിനക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതി, നിനക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ, അതിപ്പോൾ രാത്രിയോ പകലോ ഏത് സമയം ചെയ്താൽ മതി. ഇവർ രാവിലെ ഒരു 3 മണിക്കൂറിൽ പണി തീർക്കും. അതുപോലെ വൈകിട്ട് ഒരു 2 മണിക്കൂർ. അതായത് രാവിലെ 8 മണി കഴിയുമെന്ന് പറഞ്ഞാൽ ആശാൻ കഞ്ഞിക്ക് വെള്ളം വെക്കും, പട്ടിക്ക് ചോറ് വെക്കണ്ടേ, അത് വെച്ച് എന്നിട്ട് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പണി. സുലോമ്മയോട് ഒന്ന് ചോദിക്കും, അമ്മ എന്തെങ്കിലും ചെയ്യണോ, ഈ റോഡ് മൊത്തം അടിച്ചു വാരുക, അങ്ങനെ മറ്റേ എന്തെങ്കിലുമൊക്കെ കാട് വളർന്ന് നിൽക്കുന്നത് വെട്ടിക്കളയുക, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യും. അച്ചാച്ചി കാണുമ്പോൾ പറയും, മോനെ പോയിരുന്നു നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു വിടും. എന്നാലും അവൻ നുള്ളിപ്പെറുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. വൈകിട്ട് അതുപോലെ ഒരു 2 മണിക്കൂർ മാക്സിമം പുള്ളി. ഇപ്പോൾ അതേണ്ട ഒരു 2 മണിക്കൂറിനുള്ളിൽ അവന് പട്ടിക്കെല്ലാം ചോറും കൊടുത്തു, കിളികൾക്ക് തീറ്റയും കൊടുത്തു, വെള്ളവും കൊടുത്തു, പോത്തിനെ അഴിച്ചുകൊണ്ട് വന്നു. ഇനി പശുവിനെയും കൂടെ അഴിച്ചുകൊണ്ട് വരുമ്പോൾ പരിപാടി കഴിയും. അപ്പോൾ ചില ദിവസം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം ഒരു കാര്യമുണ്ട്, എല്ലാ ആഴ്ചയും വേസ്റ്റ് ക്ലീൻ ചെയ്യും കോഴിക്കൂട്ടിൽ. ആഴ്ച 2 തവണയാണ് ക്ലീനിങ് വരുന്നത്. അതായത് ഒരു കൂട് ബുധനാഴ്ച വൃത്തിയാക്കുന്നതെങ്കിൽ അടുത്ത കൂട് പിന്നെ ശനിയാഴ്ച. അപ്പോൾ എല്ലാ കൂടും ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ് വരുന്ന പോലെ ഇങ്ങനെ സൈക്കിൾ പോലെ കറങ്ങി വരും. അപ്പോൾ അതും ചെയ്യും, എല്ലാം ചെയ്യും. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആളെ നിർത്തേണ്ടി വരും കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ ചേട്ടനുള്ളപ്പോൾ ചേട്ടൻ ചെയ്യുമായിരുന്നു, അല്ലാതെ ചേട്ടന് പിന്നെ പിള്ളേരുടെ കാര്യം എല്ലാം കൂടി ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ സമയം എടുക്കുമായിരുന്നു എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരെ റെഡിയാക്കി സ്കൂളിൽ വിടണം, കൊണ്ടുവരണം, അങ്ങനെ ഒത്തിരി പണി പുള്ളിക്കുണ്ടായിരുന്നു. അന്നേരം സമയം എടുക്കുമായിരുന്നു. കൃഷ്ണൻ ചേട്ടൻ ചെയ്യുന്ന നന്നായിട്ട് ജോലി ചെയ്യും കേട്ടോ. അതുപോലെ ഇവനും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിച്ച് കൊണ്ടുപോകണ്ടിരുന്നാൽ മതി. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങോട്ട് പോയിക്കേ, കല്യാണം വിളിയും കഴിഞ്ഞ് വരുന്നുണ്ടേ. അച്ചാച്ചിയുടെ മൂത്ത മോൻ മണിയണ്ണനും. മാറിയിരിക്കയില്ല, എന്നെ തൂത്തെടുത്തോണ്ട് പോകും. ഹായ്, ഞാൻ അങ്ങോട്ട് വരുവാ. അവള് വഴിയെന്ന് പറഞ്ഞ ജാനു മാറി, ജാനു കയറിപ്പോടാ. നീ ആരെ ആനയിക്കാൻ വരുവാ?
ഓടി വരുന്നേ. പോടാ കയറി. ജാനു ഒന്ന് വരട്ടി കയറ്റിക്കേ. അല്ല ഇങ്ങോട്ട് വാ. ഓ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടി. ഞാനിങ്ങോട്ട് മച്ചാ. വണ്ടിക്ക് പണിയുണ്ട്. വണ്ടി കിടക്കല്ല. ഇങ്ങോട്ട് വാടാ. ഇവന്റെ ഭ്രാന്താണോ ചേച്ചി? എടാ നീ ഇത്രയൊക്കെ വളർന്നോ? ഇച്ചിരി ഉള്ളപ്പോ കണ്ടോരാ ഇവനൊക്കെ വളർന്നേത്. എടാ എന്തുവാടാ ഇത്? ഇപ്പൊ നിന്റെ അച്ഛൻ എത്രയല്ലോ? ആ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ. നീ ഇവിടെ ഇക്കടാ. എന്താ പോയ വഴിക്കെല്ലാം നീ ആത്തൊക്കെയാ. കൊള്ളാം കൊള്ളാം, നല്ല കാര്യം. അപ്പോൾ എനിക്ക് ക്യാമറ എടുക്കാൻ ആളായല്ലോ. ആ ജാസ്മിച്ച് വിളിച്ചോ? വിളിച്ചോ? ആ പിന്നെ അച്ചാച്ചി പോയ വഴി കൊണ്ടുവന്നു കേട്ടോ, നല്ല ആത്തച്ചക്ക. അവനാ കിച്ചു ആരാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. കിച്ചു എൻ്റെ അമ്മാവൻ്റെ ചെറുമകൻ, എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളയുടെ മകൻ്റെ മകൻ. അയ്യോ ഇവന്റെ പ്രായത്തിലൊക്കെ നിക്കറോട് പെട്ടിട്ട് വന്നോണ്ടിരുന്ന കേട്ടോ. വളർന്നേ ഉള്ളൂ, മനസ്സിപ്പോഴും ആ കൊച്ചുവനസാ. അപ്പം മേള് റൂം ഒരാഴ്ച ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ സാധനമെല്ലാം കൂടെ പുറകെ കെട്ടിക്കൊണ്ട് പോകുന്നില്ല. ആണോ? നല്ല കാര്യം. ഞാൻ വീഡിയോ ഇതിന്റെ CCTV സെറ്റിംഗാ പരിപാടി. ആ നമ്മുടെ CCTV കൂടെ അയച്ചു പണിയിപ്പിച്ചേക്കാം. അതിലും വന്നത് സന്തോഷം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. വന്ന് അമ്മ അപ്പോൾ ഉത്സവത്തിന് പോകണമെന്നും പറഞ്ഞോട് പറഞ്ഞേ. അമ്മ സ്വപ്നം കണ്ടെന്ന് കേട്ടോ ചേച്ചി. ഞാനും അണ്ണാണി അവനും പിന്നെ സുലുവമ്മയും കൂടെ പോകുന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടെന്ന്. ഞാൻ ചേച്ചി ഉത്സവത്തിന് വരണം അതല്ലേന്ന്. അണ്ണാണി പറഞ്ഞ് ബസ് കയറ്റിവിടാൻ പൊക്കോളാൻ പറഞ്ഞു. അതിന് പിണങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇവന് ലൈസൻസ് കൊണ്ട് ഡ്രൈവിംഗ് പറയാം. അപ്പോൾ നമുക്ക് പോയേക്കാം ഉത്സവത്തിന് എല്ലാവരും കൂടെ. ഉറങ്ങി എണീറ്റ് എൻ്റെ അയ്യേ. എല്ലാവരും പറയും ചെറുക്കൻ പന്നച്ചെറുക്കനാണ്. ഇനി എൻ്റെ തോളത്തോട്ട് കയറ്. വലിഞ്ഞ് കയറുവാന്ന് വെച്ചാൽ പൊന്നു വാപ്പ എടുക്കാവേ. എല്ലാവരും ഒരു ടാറ്റ പറഞ്ഞാൽ അപ്പം എടുക്കാം. അയ്യോടാ ശരിയേ. എൻ്റെ പൊന്നു കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റുണ്ടല്ലേ. അപ്പം എല്ലാവർക്കും ടാറ്റ ടാറ്റ പറയുന്നു എല്ലാവരും. ഓഞ്ഞോടി അയാളെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ഷുണ്ടറിന്? എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. എന്ത് ഞങ്ങളുടെ പൂവ് ചുന്തരനായോ? അവന് ചുന്തരനാണോ ഇത്? നല്ല ഭംഗിയുണ്ട്, ഒരു കൊച്ചു കുഞ്ഞായി. എല്ലാവരോടും എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിക്കാത്ത എന്താ? വേണ്ട തോന്നുന്നു ഉത്സവത്തിൻ്റെ മൂടില്ല. തള്ളി മറിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കല്യാണത്തിന് വീട്ടിൽ വന്ന ആദ്യത്തെ വിരുന്നുകാരനാണ്. ഒരാഴ്ച ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ ഞങ്ങളുടെ നിലവിലെ പണിക്കാരനാണ് അല്ലേ? അല്ല നല്ല കൊച്ചാട്ടോ. പിന്നെ അച്ചാച്ചി എത്ര നാൾ മുന്നേ പറഞ്ഞേ കൊണ്ടുവരാൻ നിന്നെ? വയനാട് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിന്നെ കൊണ്ടുപോന്ന്. അവ കാത്തിരിക്കും. അച്ചാച്ചി ഇന്ന് വിളിക്കും, നാളെ വിളിക്കും. അമ്മ അമ്മയോട് ചോദിക്കും അമ്മ വിളിച്ചോന്ന്. പാവം ഒരാഴ്ചത്തേക്ക് ബാഗും പാക്ക് ചെയ്തിരുന്നു. എന്താ പഠിക്കുന്നൊക്കെ ഒന്ന് പറ. ഇപ്പൊ തന്നെ എല്ലാം ശരിയാവും അല്ലടാ. പിന്നെ വിഷമിക്കണ്ട, ഫാൻസ് ഒക്കെ വന്നോളൂ. അപ്പൊ കിച്ചു നിന്റെ യഥാർത്ഥ പേരെന്തുവാ? ഗൗതം. ഞങ്ങളുടെയൊക്കെ കിച്ചു. വള്ളി നിക്കറിട്ടുകൊണ്ട് നടന്നൊന്നും പറയത്തില്ലേ, അതേ സാധനം ആയിരുന്നു. ഇപ്പോഴാണ് അവൻ വലിയ ചെറുക്കനായത്. പിന്നെ അപ്പോൾ ഒരാഴ്ച ഇവിടെ ഉണ്ട്. അണ്ണാണിക്ക് കയ്യാളായിട്ട്. അണ്ണാണി വാഷളാക്കല്ല അവനെ. എനിക്കതേ പറയാനുള്ളൂ. അച്ചാച്ചിയോട് എനിക്കതേ പറയാനുള്ളൂ. പിന്നെന്തോ ഞാൻ പറയാൻ വന്നത് മറന്നുവല്ലോ. അതിൻ്റെ ഞങ്ങൾ ഉത്സവത്തിന് പോവാം. അപ്പോൾ നമ്മുടെ കല്യാണത്തിന് മൂഡ് വന്നത് വിരുന്നുകാരനായിട്ട് ഇവൻ വന്നു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അച്ചാച്ചി അവനെ പറഞ്ഞു പറ്റിച്ചോണ്ടിരുന്നു. അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂട്ടത്തിലുള്ളതൊന്നും അല്ല. അവൻ നല്ല അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ കേട്ട. അച്ഛനും അമ്മയും കൂടെ ഒന്ന് കേൾക്കട്ടെ. ഇവൻ്റെ അച്ഛനൊരു ഫ്രീക്കനാ കേട്ടോ. അച്ഛൻ നമ്പർ 1 ഫ്രീക്കനാ. ഇവനെ പോലെ ഇരിക്കും കാണാൻ. ആണോ? അച്ഛൻ ഇപ്പോഴേ ഫ്രീക്കനാ. അച്ഛൻ്റെ പേര് കണ്ണമ്മാമൻ. ഞങ്ങളുടെ കണ്ണമ്മാമൻ്റെ മോൻ, കവിത മാമിയുടെ മോൻ. അത് നല്ലയില്ലടാ. നീ ഇത്രയായില്ലേ, നിന്നെ കെട്ടിക്കാറായില്ലേ? അപ്പൊ പിന്നെ അതാണ് കേട്ടോ. അല്ല ഞാനും പപ്പ ഒരിടത്ത് കഞ്ഞി കുടിക്കും നമ്മുടെ ഇടത്താളത്തില്. അപ്പൊ സാരമില്ല. ഇവനൊരു അനിയത്തിയുണ്ട്, തുമ്പി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ തമ്മിൽ 10 വയസ്സ് വ്യത്യാസം. ലിജോ ചേട്ടന്റെ വീട്ടിൽ വന്നാ നോക്ക്. എന്റെ കുട്ടുവാവ തന്നെ. അയ്യോ കുട്ടുവാവല്ലേ ഇത്? എടാ ഒന്നേ ഉള്ളോ? ഇനിയുണ്ട്.
ആണോ? അല്ല, എനിക്ക് ഇവനെ മതി. നീ എൻ്റെ കൂടെ വരുന്നോ? നിന്നെ കൊണ്ടുപോട്ടെ ഞാൻ. എൻ്റെ വീട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ. എടാ വാടാ. കുട്ടുവാഴപ്പോലെ തന്നെ വീഡിയോ എടുക്കാൻ അറിയാവുന്നോ? പെട്ടെന്ന് അവള് ചാനൽ തുടങ്ങിയത്. അവസാനം എന്നോട് വന്നുകൊണ്ടേക്കറിയേ ഭ്രാന്തില്ലടോ അത്രേ. ഇത് തന്നെ കടിയാവനും ഭ്രാന്തില്ലട്ടോ. ജാക്കിനെ പോലെ ലൂക്കയെ പോലെ ഭ്രാന്തില്ല. അത് പ്രാന്തനാക്കാത്തോണ്ട് അല്ലേ? ഹെൽമെറ്റ് ഒന്നും വെപ്പിക്കത്തില്ല. നിങ്ങൾ കാണുന്ന ഇതേ ഉള്ളൂ. സൈസ് ഉണ്ട്, പൊക്കം ഉണ്ടല്ലോ. ഇവ കുഞ്ഞാ, ഇവന് 1 വയസ്സായതേ ഉള്ളൂ. ആണോ? എന്റെ കണ്ണിന്റെ സൈഡിൽ ഒരു മൂട്ടയുണ്ട് കേട്ടോ, എടുത്ത് കളയണേ. അയ്യോ, എന്റെ കുട്ടുവാ പോലെ തന്നെ. അവന് ഇത്തിരി കൂടെ പൊക്കമുണ്ട് കാലിനൊക്കെ, കുറച്ചും കൂടെ നിറമുണ്ട് അവന്. ഇത് ഓഫ് വൈറ്റാ. വേണ്ട വേണ്ട, അടയ്ക്കണ്ട. 9 വയസ്സോ? ആ ഉള്ളത്. എന്തോ ഹസ്കിയുടെ പേരെന്തോ? മീനെ പിടിക്കാൻ ചുമ്മൻ ചേർക്കാനായിട്ട് അത് ഇതോ കറുത്തതോ? എനിക്ക് ജാക്കിയെ പോലെ തന്നെയാ. സൈസ് കുറവാന്നേ ഉള്ളൂ. അല്ല, ഇവ 1 വയസ്സേ ഉള്ളൂ. അതൊരു വയസ്സായിരുന്നു. ഇല്ല ദീപ്തി, ദീപ്തി നമ്മൾ കൊച്ചിയാക്കി വെള്ളിയാക്കി കോഴിയെ പിടിക്കും വെക്കും. ഇപ്പൊ വീഡിയോ കാണുന്നവരോർക്കും കുട്ടോ തിരിച്ചു വന്നെന്ന്. എടാ, ഒന്ന് അടങ്ങി നിന്നാ നിന്റെ ഒരു ഫോട്ടോ എടുക്ക. എടാ, എന്നെ തള്ളിടാ. ഇപ്പൊ കടിയാവോ? കിടു, നിന്നെ ഇന്ന് പിടിച്ചോണ്ട് പോ. ഒന്ന് ആര് വരട്ടിയാലോ ഇവൻ കേക്കുന്നേ? ഇവൻ കടിക്കുന്നതിനെ കളിക്കുക. അയ്യോ, അടിക്കല്ലേ, പേടിപ്പിച്ചാ മതി. പോടാപ്പുറത്ത്. ഹലോ, നമുക്ക് എവിടെയെങ്കിലും അങ്ങോട്ട് മാറിയിരിക്കാം. ഇവനെ ഭയങ്കര ഷോ കാണിക്കുന്നു. ടാറ്റാ. എല്ലാരും കണ്ടോണം, കുട്ടുവാവെ കണ്ടില്ലെന്ന് പറയരുത്. അപരനാണ്, അപരൻ. ഇനി വല്ലപ്പോഴും ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാ. എന്റെ തെമ്മ ഇത്ര സ്നേഹമുള്ളൊരു കുഞ്ഞ്. അവനും കൂടെ കൂടെ. ഇവര് തിന്നത്തില്ല ബിസ്ക്കറ്റ്. ദേ ചേച്ചിയുടെ ബിസ്ക്കറ്റ് ഇരിക്കുന്നു. ഇന്ന് വെക്കാറുണ്ട്, എനിക്കിട്ടും കിട്ടും. മോനെ മാറിക്കടാ. ജാക്കി അല്ല മക്കളെ, ഇത് കുട്ടുവാവ അല്ലടാ, ഇത് റോക്കിയാ. നമ്മുടെ ജാക്കി, ഇത് റോക്കി. അത് പാവം ഉണ്ട് കേട്ടോ. അവന് വയ്യ, അവന് വയസ്സാം കാലത്ത് വയ്യ പിള്ളേരോട് പിടിച്ചിരിക്കാൻ. ഇവന് പ്രാന്താ, ഇവന് പ്രാന്താ. ലിജോ ചേട്ടനല്ല കേട്ടോ ഇത്. ലിജോ ചേട്ടാ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ലിജോ ചേട്ടാ, ഇത് അണ്ണാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ സ്വന്തം ചേട്ടൻ. ഇതൊക്കെ ആരാന്ന് പറ. ഇതൊക്കെ ആയിരുന്നു പരിചയപ്പെടുത്തി. ആ പിന്നെ എനിക്ക് നിന്നെ കണ്ട നിന്റെ കൂട്ടുകാരി എന്റെ പ്രായം മനസ്സിലാവും. ഞാൻ പിടിച്ചിരിക്കുന്നതിനകത്താ. ഈ കട്ടിന്റെ അത് സ്റ്റൈലാ. കുർത്തക്കേട് കാണിക്കുന്ന അടിക്കല്ലേ. ഇവനെ കുട്ടുവാവയാന്നോർത്തിരിക്കുക കേട്ടോ. എടാ, നമ്മുടെ കുട്ടുവാവ ഈ ചേച്ചി പിടിച്ചോണ്ട് വന്നാ. ഈ ചേച്ചി ലിജോ ചേട്ടനെ, ലിജോ ചേട്ടൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ കാറെ പിടിച്ചോണ്ട് പോയ നമ്മുടെ കുട്ടുവാവ. തിരിച്ചു തരാൻ പറ. ലിജോ ചേട്ടനോട് നമ്മുടെ കുട്ടുവാവെ തിരിച്ചു തരാൻ. ലിജോ മാമ വിളിക്കുന്നു. ഞാൻ കണ്ടു, പാമ്പ് കടിച്ചു. അതാണോ ഇപ്പൊ പറഞ്ഞത്? നമ്മുടെ കുട്ടുവാവേടാ ഇത്. പിടിച്ചോണ്ട് വന്നതാ ലിജോ മാമൻ. തിരിച്ചു പോകുമ്പോ കൊണ്ടുപോയാലോ? തരാൻ പറ നമ്മുടെ കുട്ടുവാവേ. ലാസ്റ്റിൽ എന്റെ വണ്ടി പെരുത്ത് നിൽക്കുക കേട്ടോ ചെറുക്കൻ.
ഓ കല്ലും ഞാനും അച്ചാച്ചിയും കൂടെ വല വീശാൻ പോകുമ്പോ ഉറുമി സന്തോഷിക്കാതെ മറ്റോനെ അങ്ങനെയല്ല, അവനെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ മറ്റേ നക്കാൻ ചെന്നാ കല്ല് കൊണ്ടുവന്നാ. മൂന്നെണ്ണം ജാനും കോക്കോയും ഉമ്മച്ചനും. അവൻ ഒളിച്ചു കിടക്കുക പാവ. അവൻ ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. ഇവനിങ്ങനല്ല നമ്മളിരിക്കുന്നുണ്ട് തക്കം കിട്ടി ഒരെണ്ണം കൊടുക്കും പിന്നെ റോക്കി അനക്കത്തില്ല. ആണോ? അവിടെ അടുത്ത ആളടുത്ത് അവന് കളിക്കാനുള്ള മൂടാ. അയ്യോ എൻ്റെ കുട്ടി എടാ വരുന്നോടാ. എടാ നിന്നെ അങ്ങ് പൊക്കിയാലോ ലിജോ ചേട്ടാ? രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് ഇവനെ അങ്ങ് പൊക്കിയാലോ? രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് ഇവനെ അങ്ങ് പൊക്കിയാലോ? ഇപ്പൊ ഞാൻ കാറ കയറ്റി തരാം, കൊണ്ടുപോയിക്കാം. എപ്പോ കൊണ്ടുപോയി നോക്കിയാ മതി. താക്കോല് കാറെ തന്നെ കിടപ്പുണ്ട്. അല്ല കുട്ടുവാവ ഇങ്ങനെ തന്നെയായിരുന്നു കുരുത്തക്കേട്. എന്നാ എവളെ കൂടെ അങ്ങ് വെക്കാം. എന്നാ എവളെയും വെക്കാം. ഒരു ചാക്ക് കൊടുത്തു ഇവിടെ നമുക്ക് അപ്പുറത്ത് ഇറക്കി വിട്ടേക്കാം. പാലുവാട്ടി നമ്മുടെ അയ്യോ അയ്യോ ഒരെണ്ണം കിട്ടി. സാരമില്ലടാ. ഭയങ്കര പോളിംഗ് സാധനം. എന്നെ ഇവിടെ ഏതൊക്കെ വഴിയിൽ സാധനം കണ്ടാലും എന്നെ കൊണ്ട് പറപ്പിക്കുന്നതാണ്. അതെ, വളരെ നല്ല വീടാണ്. സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള വളരെ പ്രശസ്തമായ വീടാണ്. ഇത് മറ്റേ പഠിപ്പുരയൊക്കെ ഉണ്ട്. ഇമ്മമാർക്ക് ഓടി നടക്കാൻ ഇഷ്ടം ആണോ? പകല് വന്നായിരുന്നു വിശാലമായിട്ടൊന്ന് കണ്ടിട്ട് പോയായിരുന്നു. നല്ല പോലെ മെയിൻ. ചേച്ചിയാണോ ഈ ചെടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ? ആണോ? അടുക്കി പഠിപ്പുരയൊക്കെ ഉണ്ട. ഓട് അവിടെയൊക്കെ ഓടാന്ന് ഇട്ടേക്കുന്നേ. വീട് മൊത്തം ഓടാ? മൊത്തം ഓടാ? ആ എന്ത് രസമുണ്ട്. ഈ ലിജോ ചേട്ടൻ ഇതൊന്നും പറയത്തില്ല, ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു തരും. ഇതൊക്കെ പഴയ തിണ്ണ. ശരി ഏട്ടാ, തറവാടാ. ഈ വീടിന്റെ ഹോം ടൂർ ചെയ്തായിരുന്നു ഒരു വീഡിയോ കിട്ടിയേനെ. ഓ നീ ഇട്ടോ? ഓഹോ ആ മുന്നേറ് പിടിച്ചതാ കേട്ടോ. CCTV ഉണ്ട് കേട്ടോ. ഓ ഞാൻ എടുക്കണ്ടെന്ന് അതല്ലേ? അല്ല ഭംഗിയുള്ളത്. ആ എന്ത് രസമുണ്ട് വീട്. ചൂട് കുറവായിരിക്കും അല്ലേ ഇവിടെ? ചൂട് കുറവാണോ വീട്? അതൊന്ന് മ്യൂട്ടാക്കോ, എൻ്റെ കോപ്പി റൈറ്റ് ആവോ. നീയാണോ സീരിയൽ കാണുന്നേ? മച്ചുണ്ടോ? അപ്പോൾ മച്ചൊക്കെ ഉണ്ടോ? ഉണ്ട് മറ്റേ മേളില്. ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. കേട്ടോ ഇത് വന്നേല്ലേ? ആ കൊള്ളല്ലോ. റാന്തൽ വിളക്ക് എല്ലാം ഉണ്ട്. പഴയ ഏതാണ്ട് ജനലൊക്കെ നോക്കിയേ എന്ത് രസമാ. ഭാഗ്യമുള്ള പിള്ളേരെ നിങ്ങൾക്കല്ല ഇതൊക്കെ കാണാമല്ലോ. മോഡേൺ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സംഭവം പഴയ സെറ്റപ്പ് അല്ലേ? ഈ കട്ടിലെല്ലാം പഴയ ടൈപ്പ് അല്ലേ? ആ അടിപൊളി. ആ ആൾക്കാർ മാത്രമേ ഉള്ളൂ പുതിയത്, ബാക്കിയെല്ലാം പഴയതാ. ലിജോ ചേട്ടൻ ഒഴിയേ. നോക്കിയേ തറയൊക്കെ നോക്കുന്ന രസമുണ്ട്. ഞാനങ്ങ് കയറി പോവാ. ആ ഇത് സ്വിമ്മിംഗ് പൂളാ? കൊള്ളാലോ. ഞാൻ ഒരു ദിവസം പകല് വന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ആകാശമല്ല, വെള്ളമൊക്കെ വീഴുന്ന സാധനം. പണ്ടത്തെ അലമാരി സാധനങ്ങൾ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ അങ്ങ് പറയാം. ആ ഇവിടെ എന്താന്ന് കുളിക്കുന്നടോ? പണ്ടത്തെ രാജാക്കന്മാർ കുളിച്ചോണ്ടിരുന്ന മറ്റേ പള്ളിയറയോ എന്തോന്നത്? അല്ല പള്ളിക്കുളിയോ നടുമുറ്റമാണോ? ഓ ഞാൻ വിചാരിച്ചു മറ്റേ കുളിക്കാൻ വേണ്ടി മറച്ചു വെച്ചിട്ട്. അടുക്കള. എടി നീ വിഷമിക്കണ്ട, നിന്റെ ചാനലിൽ ഇടുന്നവരെല്ലാം കാണും കേട്ടോ. നിന്റെ ചാനലേ കാണുള്ളൂ, എൻ്റെ ചാനലിൽ അങ്ങനെ കാണില്ല. ഞാൻ ശകലം എടുത്തുള്ളൂ. ഇതൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ടോ? വന്നപ്പോഴേ പറഞ്ഞു ചേച്ചി അവളെ ചാനലിൽ ഇടാൻ വെച്ചിരിക്കുന്നതാണ്. ആളോ ഇങ്ങോട്ട് കയറ്റുന്നില്ലേ നിന്നെ? പൂച്ച. ആ ഇതെന്താ മഴയത്ത് ചോർച്ച വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ലല്ലേ? ഇഷ്ടപ്പെട്ട്. ആണോ? അതായത് ഇവരിവിടെ വാടകയ്ക്ക് നിൽക്കുന്നില്ല. ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ വാടക വീടായിട്ടും അത് ചേച്ചി കൃത്യം അതിൻ്റെ തറവാടിൻ്റെ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ വാടക വീടാന്ന് പറയൂല, അതുപോലെ അത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ മുതലാളിയോടൊന്ന് പറഞ്ഞേക്കണേ.
പുള്ളിക്ക് ഇത് കാണാമല്ലോ ക്യാമറയ്ക്കകത്തില്ലേ. ആ കാണുന്നുണ്ട്. ഓ CCTV. പുള്ളി ഓർക്കും ഇതാരാ വേറെ വന്ന് വീഡിയോ എടുത്തോണ്ട് വന്ന്. പുള്ളിയോടൊന്ന് പറഞ്ഞേക്കണേ കേട്ടാ, പറഞ്ഞേക്കണേ. നല്ല ഭംഗിയുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഒരിക്കലും ഒരാവശ്യത്തിനും വേണ്ടി ഇതിനെ തല്ലിപ്പൊളിച്ച് മോഡേൺ ടൈപ്പ് ആക്കരുതെന്ന്. ആണോ? അവരെവിടെയാ ശരിക്കും? ഓണർ കാനഡയിലാ? ആണോ? നിന്റെ ഒരു ചെറിയ ഫാൻസായത്. ഫാൻസ് എവിടുന്ന് വന്നാ? ഇതിപ്പോ എവിടുന്ന് വന്ന്? ആണോ? എന്തുകൊണ്ട് വിശേഷം? അടുത്ത വീഡിയോ നിനക്ക് നിന്നെ കാണാടാ. ഇനി നീ പറ, നിന്നെ പറ്റി 2 വാക്ക് പറ. എന്റെ പേര് ലെന. ആ, എനിക്കൊരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും. ചാനലിന്റെ പേര് ലെന വ്ളോഗ്സ്. ലെന വ്ളോഗ്സോ? വേറെന്തെങ്കിലും പറയണോ? ഓ ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ലെന സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പേരെന്തോ ചാനലിൻ്റെ? ലെന വ്ളോഗ്സ്. ലെന വ്ളോഗ്സ്. അപ്പോൾ എത്രാം ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ +1 ആണ്. അതിലൊക്കെ വലുതായിട്ട് ആളൊരു സർവൈവറാണ്. ലുക്കീമിയ. എത്ര കീമോ കഴിഞ്ഞു? 7 സൈക്കിൾ എല്ലാം കഴിക്കുമ്പോൾ എല്ലാം കഴിക്കും. പിന്നെ മെഡിസിൻ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് നമ്മളിത് ചോദിക്കുന്നു പറയുന്നൊന്നും വിചാരിക്കേണ്ട. ആൾക്ക് ഭയങ്കര വിൽ പവറാണ്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു. നമുക്കൊക്കെ ഉള്ളൂ മറ്റേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ. ആളെന്ത് ഹാപ്പിയാന്ന് നോക്കി. അവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. വീട്ടുകാർക്ക് ധൈര്യം കൊടുക്കുന്നത് അവളാ അല്ലേ? എന്തോ ആശുപത്രി കിടന്ന് 10ന്റെ പരീക്ഷ. അതെ, കീമോ കഴിഞ്ഞ് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കീമോയുടെ ഇടയ്ക്ക് പോയി എഴുതി. ഞാനൊക്കെയാണ് ലീവ് എടുക്കും ചെറിയൊരു പനി വന്ന്. 6A+3 1B. നീ പിടിക്കല്ലേ? അതാണ്. അപ്പോൾ അവളുടെ ചാനൽ എല്ലാവരും പോയി ഒന്ന് കണ്ടുതരാം. അപ്പോൾ വീടിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇട്ടോ? ഇടണം. എന്നോട് പറഞ്ഞു ഞാൻ ഹോം ടൂർ ഇടുന്നുണ്ടോ? എന്നോട് മുന്നേ പറഞ്ഞു വെച്ചതാ കേട്ടോ. അച്ഛനെവിടെ? അച്ഛൻ സൗദി. അച്ഛൻ ഇപ്പം കാണുന്നുണ്ടോ ഇത്ര വിൽ പവറുള്ള മോൾ ഇവിടെ ഉണ്ടെന്ന്? ആണോ? അടുത്ത എന്താ പരിപാടി? അല്ല, +2 കഴിഞ്ഞിട്ട് LLB എടുക്കാൻ താല്പര്യമുണ്ട്. നടക്കും, എല്ലാം നടക്കും. ഡിഗ്രി ചെയ്യണം, എന്നിട്ട് മുന്നോട്ട് പോവുക അല്ലേ? നഴ്സിംഗ് ഇഷ്ടം. അപ്പം നല്ലൊരു ഡിഗ്രി ആദ്യം എടുക്കുക. എന്നിട്ട് പിന്നീട് അന്നേരം എന്താ മനസ്സിൽ വരുന്നതെന്ന് നോക്കുക. അപ്പോഴത്തേക്ക് ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മനസ്സ് ഏകദേശം ഒരു പാവമാവും. LLB തന്നെ വേണോ അതോ മറ്റെന്തെങ്കിലും വേണോ? അപ്പം നടക്കട്ടെ. പറയാനുണ്ടോ? അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ മടിയായിരുന്നു. ഞാൻ കളിക്കാൻ. എത്ര നാളാണ് നിങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട്? ഈ ഫെബ്രുവരി ആകുമ്പോൾ 1 വർഷം. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ ആയിരുന്നു? ഞങ്ങൾക്കൊരു വീടുണ്ട് അങ്ങ് കീക്കുഴൂര് എന്ന് പറഞ്ഞാൽ പന്തളമുക്ക് കഴിഞ്ഞിട്ട്. അവിടെ വഴിയില്ല, കയറി പോകാൻ നോക്കത്തില്ല, വണ്ടി ഇല്ലത്തില്ല, നടന്നു പോവാം, വഴിയൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. അമ്മ, കുട്ടിയുടെ അമ്മ. അയ്യോ, അമ്മയെ പ്രശസ്തയാക്കിയേ. പിന്നെ നിന്റെ പേരെന്തോടാ? നിന്റെ വീട് എവിടെയാ? ആണോ? അങ്ങനെ നീയും പ്രശസ്തനായിരിക്കുന്നു. എല്ലാവരും പ്രശസ്തരായെന്ന് എല്ലാവരും. അത് കുഴപ്പമില്ല, ആൾക്കാർ വന്ന് കണ്ടോളൂ, നീ പേടിക്കണ്ട. ലിജോ ചേട്ടനെ പിന്നെ അവിടെ എവിടെയും കണ്ടിട്ടുണ്ട് എല്ലാവരും. കാണാനൊരു ഭീകരനാണെന്നേ ഉള്ളൂ. ലോല മനസ്സ്, നമ്മുടെ കുട്ടുവാവയുടെ മനസ്സാ. അങ്ങനെ ഞാനും ലിജോ ചേട്ടനും കൂടെയാണ് അണ്ണാണിയെ ഞങ്ങൾ കൊച്ചി, അല്ല ലിജോ ചേട്ടാ, നമ്മൾ രണ്ടുകൂടെ ചേർന്നാണ് അണ്ണാണിനെ കൊച്ചി ജാക്കിന്ന് വിളിച്ചോണ്ടിരുന്നത്. നിഷ്കളങ്കനാ. അണ്ണാന്റെ പേരെന്നറിയോ? കൊച്ചി ജാക്കി. മരിച്ചുപോയി വലിയ ജാക്കി. ഇത് ഇവിടെ കൊച്ചി ജാക്കി. അങ്ങനെ ഞങ്ങളിട്ട പേരാണ് കൊച്ചിയാക്കി. കാരണം രണ്ടും നിഷ്കളങ്കന്മാരാ. ഞങ്ങളെന്താ ഇറങ്ങട്ടെ. ദീപ്തി കണ്ണാടിയൊക്കെ വെച്ച് ഇതാരാ നിൽക്കുന്നത്? ഒരു നോട്ടം. ഇനി വാ നിക്ക്, 200 തന്നിട്ട് പോയാ വണ്ടി പിടിച്ചല്ലേ? സത്യം പഠിപ്പുര എനിക്ക് ഇഷ്ടം. എടാ സോണേ, നീ കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. ഓ, നീ കഴിച്ചിട്ട് പോടാ. പകല് വരായിരുന്നു. പക്ഷേ ഇത് ഈ വീടുണ്ടെന്ന് പറയാതെ ഞാൻ വന്ന് കണ്ടിട്ട് പോയനല്ലോ ലിജോ ചേട്ടാ. എന്തൊരു പരിപാടി? ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. കഴിക്കാൻ കിട്ടുന്നല്ലോ. വീട്ടിലെ അമ്മയില്ലേ ഉണ്ടല്ലോ ഇനി. എടാ നിന്നെ എനിക്ക് ഉത്സവമുണ്ട്. എടാ വാടാ, നീ വരുന്നുണ്ടോ? എന്നല്ലേ നീ ഇവിടെ നിന്നു. കുട്ടുവാവെ കൊണ്ടുപോവാം. ചോദിച്ചല്ലേ എന്നെ ചേച്ചിയോട് തരുമോന്ന്? കുട്ടുവാവെ തിരിച്ചു തരുമോന്ന് ചോദിച്ചേ. കുട്ടുവാവ എന്ത് ചെയ്യുന്നു?
എടാ കുട്ടുവാവേ. ഹായ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ പട്ടിമാർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോയത്. ഞാൻ വരുന്ന ഉടനെ നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. വരുന്നവരെ അവർ കാത്തിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സമയമില്ലാഞ്ഞിട്ട് പോലും വന്ന ഉടനെ മസാല പുരട്ടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ വന്ന ഉടനെ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പാവൻ പട്ടിപ്പിള്ളേരെല്ലാം നിരന്നിരിപ്പുണ്ട് ഇവിടെ. എല്ലാവരും നിരന്നിരിക്കുക. ഞാൻ വരുമെന്നറിയാം, അവർ കൊണ്ടു കൊടുക്കുമെന്നറിയാം. അപ്പോൾ കൊണ്ടു കൊടുത്തില്ല, ഇന്ന് ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഈ ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ കുറേ പ്രായമുള്ള കേട്ടോ, ഒത്തിരി പ്രായമുള്ളതാണ്. കണ്ടോ, ഇതിങ്ങനെ റവയിൽ ഇങ്ങനെ മുക്കി വറുത്ത് കൊടുക്കും. വല്ലപ്പോഴേ വറുത്ത് കൊടുക്കലുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നമുക്കും കഴിക്കാവുന്ന നല്ല കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടിക്കേ ഉള്ളൂ. ഇത്തിരി മസാലയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടുവാവേനെ കണ്ട സന്തോഷത്തിലാണ്. എൻ്റെ ലൂക്ക വന്ന്. ഞാൻ പേരാ കള്ള ലൂക്ക. ലൂക്ക അമ്മ ഒരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്. അതാരാ ലൂക്കാന്ന് വിളിച്ചേ? ഇങ്ങോട്ടോ ലൂക്കായേ, അമ്മത് ലൂക്കായേ. എവിടെ നീ എവിടെ വായി നോക്കാൻ പോയേ? മുള്ളാൻ വിട്ടാ മുള്ളിയേച്ച് വന്നോണം. വായി നോക്കാൻ പോയേക്കല്ലേ. അമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ആർക്കാ? നമ്മുടെ ലൂക്കായിക്കൂടെ അല്ലേ? എടാ കള്ള ലൂക്ക, നീ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുക. എടാ വാലാട്ടിക്കളി, അമ്മ ചിക്കൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഇതേ വേറെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടോ? നിൽക്കേ, തരാവേ, എല്ലാവർക്കും തരാവേ. തരാമേ. അജയ് മാമൻ ഇന്ന് തന്നില്ലേ ഒന്നും? തന്നല്ലോ, പിന്നെന്താ? അജയ് മാമൻ ചിക്കൻ ഉണ്ടാക്കി തന്നു കാണുമല്ലോ ഇന്ന്. അവൻ പോവാ വായി നോക്കി. ഇങ്ങോട്ട് വാടാ. വെട്ടമുള്ളിടത്തേ നിൽക്കുള്ളൂ, പേടിയാ. ഇതെന്താ ഇങ്ങനൊരു കളി? പാത്തുവിനിപ്പോൾ കുരുത്തക്കേട് തന്നെ, കുരുത്തക്കേടാ. ഏതോ ഒരു പോത്തുകുഞ്ഞ് കിടന്ന് അമ്മയമ്മയെന്ന് വിളിക്കുന്നേ. അമ്മയ്ക്ക് കുഞ്ഞെന്നെ ഒളിച്ചിരുന്നേ.